ഇത് കണ്ടോ, മാതൃഭൂമി ഇയർ ബുക്ക് പ്ലസ് 2026. ഒരു കൗതുകം കൊണ്ടെടുത്തത്. ഞാൻ PSC ടെസ്റ്റ് ഇതുവരെ എഴുതിയിട്ടില്ലാത്ത ഒരാളാണ്, എനിക്ക് എഴുതാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇതൊരാളുടെ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കൗതുകം കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ വായിക്കുന്നതൊക്കെ ആയിരിക്കാം. എനിക്കത് ഞാൻ വായിച്ച് ശരിക്കും പറഞ്ഞാൽ അതിനൊരു പേജ് പോലും ഞാൻ നോക്കില്ല. പക്ഷേ എനിക്കിത് കൗതുകം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ വെസ്റ്റ്ഫോർഡ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, AVT, പിന്നെ അതുപോലെ PSC നേരിട്ടുള്ള ക്ലാസ്സുകൾ, പിന്നെ ബി ദ ചേഞ്ച് ജെയിൻ, അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് തോന്നുന്നു, യൂണിവേഴ്സിറ്റി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് മൊത്തം സ്ലേവറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് സുഖമായിട്ട് ജീവിതകാലം മൊത്തവും ജീവിച്ചു തീർക്കാനുള്ള ഒരു സെറ്റപ്പ്, ഒരു രീതിയിൽ സ്ലേവറി തന്നെയാണ്. ഇപ്പം പബ്ലിക് സർവൻറ്റ് ആവാനുള്ള ഒരു സിസ്റ്റം. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാസ്റ്ററിസമാണ്. കാരണം ഈ 4 പേരും PSC ടെസ്റ്റ് എഴുതാത്തതോ അല്ലെന്നുണ്ടെങ്കിൽ PSC വഴി കിട്ടിയ ഒരു ആൾക്കാരല്ല ഈ ഇരിക്കുന്ന മാസ്റ്റേഴ്സ്. നമ്മുടെ നരേന്ദ്രമോദിജി, ട്രംപ്, ഇവർ രണ്ടുപേരുടെയും പേര് കറക്റ്റ് എക്സാക്റ്റ് അറിയത്തില്ല. അപ്പം ഞാനത് നോക്കാനല്ല പറയാം, നമുക്ക് നരേന്ദ്രമോദി മാത്രം മതിയല്ലോ, ബാക്കി ആരും നോക്കേണ്ട കാര്യമില്ല. അപ്പം ഈ PSC ടെസ്റ്റ് എഴുതുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ആൾക്കാരെ കുറ്റം പറഞ്ഞു, അല്ലെ സർക്കാരെ കുറ്റം പറഞ്ഞു നടക്കുന്ന ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം. മാസ്റ്ററിസമാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് എഴുതിയേക്കുന്നത്, അല്ല ഫ്രണ്ടേജ് കൊടുത്തേക്കുന്ന ഫോട്ടോസ്. ഈ 4 പേരും മാസ്റ്റേഴ്സാണ്, ലോകം ഭരിക്കുന്ന മാസ്റ്റേഴ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെറിയ രീതിയിലാവാതെ ചെറിയ ഒരു സംരംഭങ്ങൾ എങ്കിലും തുടങ്ങി ഒരു ഓണ്ടർപ്രണർ ആവാൻ ശ്രമിക്കുക. നമ്മുടെ രാജ്യത്തിന് ഓണ്ടർപ്രണേഴ്സിനെ ആവശ്യം, അല്ലാതെ സ്ലേവറി ചെയ്യുന്ന PSC എഴുതി ഒരു മൂലയ്ക്ക് കൂടുന്ന ആൾക്കാരെയല്ല. ചെറിയൊരു രീതിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ്റ്റർ ആവാൻ നോക്കുക, സ്ലേവ് ആവാൻ നോക്കരുത്. ഒരുപാട് പേർക്ക് ഉള്ള ഉപദേശങ്ങളൊന്നുമല്ല, എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംഭവം. കാരണം ഈ ഒരു ഇയർ ബുക്കിൻ്റെ ഫ്രണ്ടേജിൽ ഒരു PSCയുടെ ഒരു ടെസ്റ്റിനുള്ള ഒരാൾ PSC ടെസ്റ്റ് എഴുതി ഒരാൾ പോലും ഇല്ല. അതിനകത്തെല്ലാം മാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്ലേവ് ആവാൻ വേണ്ടി ഇത് പഠിക്കാനുള്ളൊരു സെറ്റപ്പിലോട്ടാണ്. സ്ലേവറി എല്ലാവരും സ്ലേവ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ടാലൻ്റ് ഉള്ള ആൾക്കാർ എല്ലാം ഒറ്റയ്ക്ക് നിന്ന് നേടാൻ നോക്കുക. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് നേടിയ ആൾക്കാരാണ് ഇതെല്ലാം. ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗത്തിന് വേണ്ടി ഒരുപാട് പേര് കടന്ന് സമരം ചെയ്യുന്നതല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ലോകത്ത് ജനിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയിലോ ഏതെങ്കിലും രാജ്യത്ത് ജനിച്ചോട്ടെ, പക്ഷേ നമുക്ക് ഗവൺമെൻറ് ജോലി വേണമെന്ന് പറഞ്ഞാണോ ദൈവം നമ്മളിവിടെ വിട്ടേക്കുന്നത്? നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വന്തം കഴിവുകളിലല്ലേ വിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് ലെവലിലോട്ട് നമുക്ക് ടാലൻ്റ് ഇല്ലേ, നമുക്ക് അത് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ വേണ്ടി വരുന്ന രീതിയിലുള്ളൊരു സംരംഭം ഉണ്ടാക്കിയെടുക്കാൻ ചിന്തിച്ചു നോക്കി. അതോ ഒരു വലിയ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ കോണിൽ നമ്മൾ ഒരു ചെറിയ സ്ലേവറി അല്ലെങ്കിൽ ഒരു സെർവൻ്റായിട്ട് ജോലി ചെയ്താൽ മതിയോ? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കും. ഇത് ഒരുപാട് പേരെ കുറ്റപ്പെടുത്തിയല്ല, ടാലൻ്റ് ഇല്ലാത്ത ആൾക്കാർ ഈ ഒരു സൈഡ് ഒതുങ്ങിപ്പോകാൻ വേണ്ടി എനിക്ക് സുഭിക്ഷം ഉണ്ണാം ജീവിതകാലം മൊത്തം അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ഇത് ചെയ്തോട്ടെ. പക്ഷേ നമ്മൾ ഈ ഫ്രണ്ടേജ് നോക്കുക, നമ്മൾ മാസ്റ്റേഴ്സ് ആവാൻ ശ്രമിക്കുക.